നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ നെടുമങ്ങാട് സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം ഇന്നലെ സെന്ററിൽ നടന്നു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറി ജയചന്ദ്രൻ സ്വാഗതം പറയുകയും പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. സെന്ററിന്റെ സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് ഡോക്ടർ രേവതി, നഴ്സ് ഇൻചാർജ് ചിന്നു എന്നിവർ വിവരിച്ചു. പുതിയ മെമ്പർമാരെ ചേർത്ത് കമ്മിറ്റി വിപുലീകരിക്കാൻ യോഗം തീരുമാനിച്ചു. പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ ഊർജിതമാക്കും. മുൻ പ്രസിഡന്റ് സുരേഷ്, ശ്രീകുമാർ, നസീർ, വേങ്കവിള സുരേഷ്, അജീഷ്, ബിജു നാരായണൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ആൽഫ ഇരിങ്ങാലക്കുട സെന്റർ അവലോകന യോഗം സെന്ററിൽ ചേർന്നു. പ്രസിഡന്റ് VJ തോംസന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി സതീഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെന്ററിന്റെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തി. കൗൺസിലിംഗ് വേണ്ടവർക്ക് അതിനായുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ യോഗം തത്വത്തിൽ അംഗീകാരം നൽകി. പ്രൊഫഷണൽ കൗൺസിലിംഗ് നൽകാൻ പ്രാഗൽഭ്യമുള്ളവരെ കണ്ടെത്താനും തീരുമാനിച്ചു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റിന്റെ വിദേശയാത്രയെ തുടർന്നുള്ള അവധിയിൽ മുൻ സെക്രട്ടറി എൽസമ്മ ജോൺസണെ ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് യോഗം അംഗീകരിച്ചു. ജോൺ ഫ്രാൻസിസ് കണ്ടംകുളത്തി, OS വർഗീസ്, ദിവാകരൻ, ബെറ്റി ജോർജ്, സുലൈമാൻ, അൻവർ, പോൾ, ജോസ് തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. ലോക തൊഴിലാളി ദിനമായ മെയ് 1 ആൽഫ പാലിയേറ്റീവ് കെയറിന് ഔദ്യോഗിക അവധി ദിനമായതിനാൽ നാളെ ആൽഫ സെന്ററുകൾ പ്രവർത്തിക്കില്ല. ഏതെങ്കിലും സെന്ററുകൾ പ്രവർത്തിക്കുന്നതിന് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം അറിയിപ്പ് നൽകണമെന്ന് കമ്മ്യൂണിറ്റി ഡയറക്ടർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.